ശിവൻ തെറ്റത്തിന് പയ്യന്നൂർ കണ്ണീരോടെ വിട നൽകി. ഗാന്ധി പാർക്കിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാട്ടുകാരും വായനക്കാരും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ഒരു നോക്ക് കാണാനെത്തിയത്. കോഴിക്കോടുകാരനാണെങ്കിലും പയ്യന്നൂരിന്റെ സാംസ്കാരിക ഭൂമികയ്ക്ക് അന്യനായിരുന്നില്ല ശിവൻ തെറ്റത്ത്. സർഗജാലകത്തിലൂടെ പയ്യന്നൂരിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് ഇടം കണ്ടെത്തിയിരുന്നു സൗമ്യനായ ഈ മനുഷ്യൻ. ശിവൻ തെറ്റത്ത് വിട പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പൊതുദർശനം കാത്തുനിന്നവർക്ക് സാധിക്കുമായിരുന്നില്ല. വലിയ ഒരു സാഹിത്യ പുതുകി ഒപ്പം തന്നെ നടക്കുന്ന ഒരു സാഹിത്യത്തിൻ്റെ അതിനോടുള്ള നിത്യ കൗതുകം വെച്ച് പുലർത്തുന്ന ഒരാൾ. ഞാൻ കുറച്ച് വർഷം 4-5 വർഷമായിട്ടുണ്ടാവും വളരെ അടുത്ത് പരിചയപ്പെട്ടത്. ഈ 5 വർഷവും എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എഴുത്തിനോടും അതുപോലെ തന്നെ കവിതയോട് പ്രത്യേകിച്ച് ഉള്ള ഒരു അടങ്ങാത്ത ഒരു തൃഷ്ണ എന്ന് പോലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ശിവൻ തെറ്റത്ത് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വീട്ടിലെ ഒരാളെ പോലെ കഴിയുകയും ആ രീതിയിൽ ഇടപഴകുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ശിവൻ തെറ്റത്ത്. ഇന്നലെ ഞങ്ങളുടെ 5ാം വാർഷികം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടക്കുക. പ്രിയപ്പെട്ട ശിവൻ എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീനാരായണ വിദ്യാലയത്തിൽ എത്തിയിരുന്നു. പിന്നീട് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ്. ഞായറാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് കഥാരചനയിലും കവിതാരചനയിലും സമ്മാനാർഹനായി അതറിയാതെ വൈകിട്ട് ഹൃദയാഘാതം മൂലം മരണമടയുകയായിരുന്നു. എഴുത്തുകാരനും മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസറുമായ ശിവൻ തെറ്റത്ത് കോഴിക്കോട് പൂക്കാട് സ്വദേശിയാണ്. വെള്ളൂരിലെ കുടുംബ സുഹൃത്തിന്റെ വീട്ടിൽ ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ നാട്ടുകാർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. നിലവിൽ മാതൃഭൂമി തളിപ്പറമ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.